സൂക്ഷിച്ച് വീഴലു പാപ്പ, ഇവിടെ ഇരിക്കാം. എനിക്കൊരടി പോലും നടക്കാൻ വയ്യ. നീ ഇത്തിരി വെള്ളം തന്നെ. ഉപ്പാപ്പ, ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ തമ്പടിച്ചാലോ? എവിടെ ആയാലെന്താ, ഒന്ന് തല ചായ്ക്കണം. ആ കിടപ്പിൽ തന്നെ മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയൊന്നും പറയലോ പാപ്പ. ഈ പെട്ടിപ്പടം കാട്ടി നാട് മുഴുവൻ അലയാനാണ് നമ്മുടെ യോഗം. ഇതിലൂടെ എത്ര കാര്യങ്ങൾ നാം ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു. മഹാന്മാരുടെ ചരിത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, അങ്ങനെ എന്തെല്ലാം നാട് മുഴുവൻ നമ്മൾ ആളുകളെ കാട്ടിക്കൊടുത്തു. അതിനൊന്നും ഇനി ആളെ കിട്ടുമെന്ന് തോന്നണില്ല. ഇപ്പൊ ആർക്കായി പെട്ടിപ്പടം കാണാൻ ആഗ്രഹം? എല്ലാവരുടെ കയ്യിലും മൊബൈലും സീഡിയും ഒക്കെ അല്ലേ. വിരൽ തുമ്പിൽ വിജ്ഞാനം വിളമ്പുന്ന കാല. അപ്പോഴാ നമ്മുടെ ഈ പഴയ പൊട്ടിയ പെട്ടിപ്പടം. അങ്ങനെ പറയല്ലോ പാപ്പ. ഇപ്പോഴും ഇതിനെയൊക്കെ സ്നേഹിക്കുന്ന നാട്ടുകാരുണ്ട് ഗ്രാമങ്ങളിൽ. പഴയ ഗ്രാമഫോൺ പാട്ടുകളും സിനിമകളെയും ചിത്രങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവരെ പോലെ. അതൊക്കെ പഴയ കാലം. പണ്ടൊക്കെ ഈ പെട്ടിപ്പടവുമായി കടത്തിറങ്ങിയാൽ അവിടെ മുതൽ എന്നെ തോളിലേറ്റിക്കൊണ്ട് ആഘോഷത്തോടെയാ അവരിതൊക്കെ കാണാൻ വരാറ്. അതൊക്കെ പഴയ കഥ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞതല്ലേ, നീ ഈ പഴഞ്ചനെയും വിട്ടിട്ട് ഈ കുട്ടികളെയും കൂട്ടി നല്ലൊരു ജോലി തേടി പോകാൻ. എവിടെ? വേണ്ട പാപ്പ, ഞാൻ ഈ ജോലിയിൽ സംതൃപ്തനാണ്. എപ്പോഴും പുതിയ സ്ഥലങ്ങളിൽ ചെല്ലാം, യാത്ര ചെയ്യാം, ചരിത്രാന്വേഷികൾക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് വിവരങ്ങൾ കൈമാറാം. ഞാൻ ഈ ജോലിയിൽ സംതൃപ്തനാണ്. എവിടെ? ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പാപ്പ, ഇവിടെ നല്ല ആൾക്കാരാണെന്നാ തോന്നുന്നത്. കുറെ കുട്ടികളും കോളേജും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നാം സ്ഥിരമായി കാണിക്കുന്ന ബദർ ഉഹദ് യുദ്ധങ്ങളോ മക്ക മദീനയോ ഇന്നിവിടെ കാണിക്കണ്ട. എന്തെങ്കിലും വ്യത്യസ്തത വേണം ഇന്നത്തെ ഷോയിൽ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇന്ന് നമുക്കൊരു ചരിത്രകഥ പറയാം. അതെ, ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രകഥ പറയാം. അത് തന്നെ. അപ്പൊ ഞാൻ അനൗൺസ് ചെയ്യട്ടെ. തീരി പോലുമുള്ള പ്രിയപ്പെട്ട ഗ്രാമവാസികളെ, കാലാകാലങ്ങളായി ഒരു മുടക്കവും കൂടാതെ നടന്നു വരുന്ന പെട്ടിപ്പടം ഇതാ ഈ കൊല്ലവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പതിവ് തെറ്റിക്കാതെ ദൃശ്യവിസ്മയങ്ങളും കൊച്ചു കൊച്ചു തമാശകളും കുറച്ച് അറിവുകളും പകർന്നു തരാൻ ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, കണ്ടുമെടുത്ത സ്ഥിരം കാഴ്ചകളിൽ നിന്ന് മാറി ഇന്ന് നിങ്ങൾക്കായി ഇസ്ലാം ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഇതിഹാസ പുരുഷൻ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു തരാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പയും ഇവിടെ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വരിക, പ്രബുദ്ധരാവുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ചരിത്രം കാണാനുള്ളതല്ല, കേൾക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വാഗതം. ഇനി നീ പറയും. ദീനബോധമുള്ള പ്രിയപ്പെട്ട ഗ്രാമവാസികളെ, കാലാകാലങ്ങളായി ഒരു മുടക്കവും കൂടാതെ നടന്നു വരുന്ന പെട്ടിപ്പടം ഇതാ ഈ കൊല്ലവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പതിവ് തെറ്റിക്കാതെ ദൃശ്യവിസ്മയങ്ങളും കൊച്ചു കൊച്ചു തമാശകളും കുറച്ചറിവുകളും പകർന്നു തരാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ടുമടുത്ത സ്ഥിരം കാഴ്ചകളിൽ നിന്ന് മാറി ഇന്ന് നിങ്ങൾക്കായി ഇസ്ലാം ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഇതിഹാസ പുരുഷൻ ഉമറിന്റെ കഥ, ജീവിത ചരിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു തരാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പയും ഇവിടെ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വരിക, പ്രബുദ്ധരാകുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ചരിത്രം കാണാനുള്ളതല്ല, കേൾക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വാഗതം, സ്വാഗതം. മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനൊത്ത് പത്മത്ത മുഹമ്മദിൻ ചീരത്തെടുത്ത് ഇക്കൈയിൽ കൊണ്ടുവരുമെന്ന് ഗർജിത്ത് ഉടവാൾ ഊരിയെടുത്ത് കുമര കുതിര പുറത്ത് ഉചിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ട് ഉലകിന്റെ തേടി ദീപം കെടുത്തുവാൻ വേണ്ടി മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനൊത്ത് അപ്പത്ത മുഹമ്മദിൻ ശിരത്തെടുത്ത് ഇക്കൈയിൽ കൊണ്ടുവരുമെന്ന് ഗർജിത്ത് ഉടവാൾ ഊരിയെടുത്ത് ഉമറുടെ കുതിര പുറത്ത് കുശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ട് ഉലകിന്റെ തേടി ദീപം എടുത്തുവാൻ വേണ്ടി
കെടുത്തുവാൻ വേണ്ടി അബൂജഹൽ തുടങ്ങിയ കൊലകൊമ്പരടങ്ങിയ കുഹുറുകൾ വമ്പു പറഞ്ഞു. അതിധീരനുമറിന്റെ കൊതി പോലെ നടത്തുവാൻ അവരെല്ലാം വാശി ചൊരിഞ്ഞു. അബൂജഹൽ തുടങ്ങിയ കൊലകൊമ്പരടങ്ങിയ കുഹുറുകൾ വമ്പു പറഞ്ഞു. അതിധീരനുമറിന്റെ കൊതി പോലെ നടത്തുവാൻ അവരെല്ലാം വാശി ചൊരിഞ്ഞു. മുന്തി മുഹമ്മദിനെ വധിച്ചിടാനായി മുന്നേറ്റത്താലെ ഉമർ പുറപ്പെട്ടു പോയി. മുന്നേറ്റത്താലെ ഉമർ പുറപ്പെട്ടു പോയി. മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിടത്ത് അപ്പത്തെ മുഹമ്മദിൻ ശിരത്തെടുത്ത് ഇക്കൈയിൽ കൊണ്ടുവരുമെന്ന് ഗർജിത്ത് പുറത്തുകേറി ഉമർ പറക്കുമ്പോൾ ഒരു പെണ്ണ് വഴിയിൽ തടഞ്ഞു. കനിയൊത്ത മുഹമ്മദെ വധിക്കും മുമ്പ് ഒരു വാർത്ത അറിയണമെന്നു മൊഴിഞ്ഞു. പുറത്തുകേറി ഉമർ പറക്കുമ്പോൾ ഒരു പെണ്ണ് വഴിയിൽ തടഞ്ഞു. കനിയൊത്ത മുഹമ്മദെ വധിക്കും മുമ്പ് ഒരു വാർത്ത അറിയണമെന്നു മൊഴിഞ്ഞു. ഉമറിന്റെ സഹോദരി നബിയുടെ കൂടെ ഉജ്ജ്വലരതു കേട്ടു വിറച്ചുപാടേ. ഉജ്ജ്വലരതു കേട്ടു വിറച്ചുപാടേ. മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനൊത്ത് അപ്പത്തെ മുഹമ്മദിൻ ശിരത്തെടുത്ത് ഈ കയ്യിൽ കൊണ്ടുവരുമെന്ന് ഗർജിത്ത് അരിച്ചൂടൻ തിരിച്ചല്ലോ സോദരിതൻ മനം കൊള്ളെ തലകരിഞ്ഞെടുത്തിടാനായി. തഴുതിട്ട വാതിലിന്റെ പഴുതിലോടൊഴുകിയ ദുർഗാനിൽ മനം കുളിരായി. അരിച്ചൂടൻ തിരിച്ചല്ലോ സോദരിതൻ മനം കൊള്ളെ തലകരിഞ്ഞെടുത്തിടാനായി. തഴുതിട്ട വാതിലിന്റെ പഴുതിലോടൊഴുകിയ ദുർഗാനിൽ മനം കുളിരായി. ഉമറിന്റെ മനപ്പാകെ തണുത്തുകൊണ്ട് ഉല്ലാസത്തോടെ ഉമർ കരിമാവുത്ത്. ഉല്ലാസത്തോടെ ഉമർ കരിമാവുത്ത്. പക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനൊത്ത് പക്വത്തെ മുഹമ്മദിൻ ശിരത്തെടുത്ത് ഈ കയ്യിൽ കൊണ്ടുവരുമെന്ന് ഗർജിത്ത് ഉടവാൾ ഊരിയെടുത്ത് ഉമറത കുതിരപ്പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ട് ഉലകിന്റെ തെളിദീപം കെടുത്തുവാൻ വേണ്ടി കെടുത്തു
നേടുവാൻ വേണ്ടി മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിന്റെ വരവിനൊത്ത് മക്കൊത്ത മുഹമ്മദിൻ ചിരക്കെടുത്ത് ഈ കയ്യിൽ കൊണ്ടു ഹിസ്റ്റോറിക്കൽ വിത്ത് കൊറിയോഗ്രാഫി റൗണ്ടിലായിരുന്നു നമ്മളിപ്പോ തന്നെ. ശരിക്കും ഒരു സിമ്പിൾ നീറ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പാട്ടിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ച് കൂടുതലായിട്ടാണെങ്കിലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജായ ഹംസക്കയുടെ അടുത്ത് ചോദിക്കാം. മിക്ക എങ്ങനെ ഉണ്ടായിരുന്നു റാഫിക്കയുടെ പാട്ടും അതുപോലെ തന്നെ ഇവരുടെ പെർഫോമൻസും? ഈ കഥ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു മഹത്തായ സംഭവമാണ്. മുഹമ്മദ് നബിയുടെ തലയെടുക്കാൻ ഉമർ ഖത്താബി എന്ന മഹാൻ പുറപ്പെടുകയാണ്. 3ാമത്തെ ഖലീഫയായിരുന്നു ഉമർ. 20ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ കാര്യത്തിന് പുറപ്പെട്ടത്. അന്ന് അദ്ദേഹം ധീരശൂര പോരാളിയും അക്രമിയും ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവുമായിരുന്നു. കാട്ടിലാണ് അദ്ദേഹം താമസിക്കുക. അതിന് പേര് തന്നെ ഉമർ ഖാടുക എന്നാണ്. അതിലിരുന്നു കൊണ്ട് യാത്രക്കാരെ കൊള്ളയടിക്കുകയോ ആക്രമിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന് മുഹമ്മദിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വാളൂരി പോകുന്ന രംഗമാണ് ഇവിടെ കാണിച്ചത്. പോകുന്ന വഴിക്ക് ഒരാൾ തടഞ്ഞിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന് മുമ്പ് നിന്റെ സഹോദരിയുടെ ഭർത്താവും മുഹമ്മദിന്റെ അനുയായികളായിട്ടുണ്ട്, അവരത് ആ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, അവർ പോയിട്ട് തലയെടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആവേശഭരിതനായി വികാരധീനനായി ഉമർ നേരെ പെങ്ങളെ വീട്ടിലേക്ക് കുതിരയെ വിട്ടു. അവിടെ ചെന്ന് മുട്ടി വിളിച്ച് തുറന്നു നോക്കുമ്പോൾ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്നപ്പോൾ ഇവർ രണ്ടാളും ഖുർആൻ വായിക്കാം. അത് വാങ്ങി തരണം എന്ന് പറഞ്ഞു. കൊടുത്തില്ല. നീ ശുദ്ധിയായി വരണം എന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിശുദ്ധ ഖുർആൻ കുടിച്ചു വന്നു. വിശുദ്ധ ഖുർആൻ കയ്യിൽ കൊടുത്തു. അതേ ഖുർആനിലെ 20ാമത്തെ അധ്യായമായിരുന്നു. അത് പകുതി വായിച്ചു തീർത്തപ്പോഴേക്ക് ഉമറിന്റെ മനസ്സ് മാറി. എല്ലാ പ്രതികാരവും അക്രമവും നഷ്ടപ്പെട്ടു. ആ വാളുമായി അദ്ദേഹം നേരെ മുഹമ്മദിന്റെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. മുഹമ്മദ് താമസിച്ചിരുന്നത് മക്ക കഅബ മസ്ജിദിന്റെ തൊട്ട് ദാറുൽ ഹറക്കം എന്ന ഒരു മുറിയിലായിരുന്നു. അതിന്റെ കൊലായിൽ ചെന്ന് നിന്ന് പകത്ത് വേറെ ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം മുഹമ്മദ് ചോദിച്ചു ഇദ്ദേഹത്തോട്, നീ ആക്രമിക്കാനാണോ? എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പ്രസ്ഥാനത്തിൽ ചേരാനാണെങ്കിൽ വാള് കുത്തനെ പിടിച്ച് അകത്തേക്ക് വാ. അങ്ങനെ ഞാൻ ചേരാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ വാള് കുത്തനെ പിടിച്ച് അകത്തേക്ക് ചെന്നു. മുഹമ്മദിന്റെ കാൽക്കൽ വീണു. തന്റെ പ്രസ്ഥാനത്തിൽ അംഗമായി ചേർന്നു. അന്ന് മുതൽക്കാണ് മുഹമ്മദ് പരസ്യമായി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ധീരനായ ഒരു പോരാളിയെ കയ്യിൽ കിട്ടി. ആ മനോഹരമായ ഗൗരവമേറിയ ചരിത്രം കുറഞ്ഞ സമയം കൊണ്ട് സുന്ദരമായ ഭാഷയിൽ വളരെ നന്നായി അത് തന്മയത്വത്തോടും വികാരനിർഭരമായും ആ രംഗം ചിത്രീകരിക്കുന്നതിൽ അവര് പൂർണ്ണമായി വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഗ്രീൻ ടീം, നിങ്ങൾ ഹിസ്റ്റോറിക്കൽ സോങ്ങിൽ സെലക്ട് ചെയ്ത നല്ലൊരു പാട്ടാണ്. എം ജി ശ്രീകുമാറിലെ എം ജി സാറ് പാടിയ പാട്ടാണ്. നല്ലൊരു സെലക്ഷൻ. പിന്നെ റാഫി, എനിക്ക് തോന്നുന്നു ആ പെർഫോം ചെയ്യുന്നോണ്ടാണോ നല്ല ഇരുന്നിട്ട് പെട്ടെന്ന് തുടങ്ങിയപ്പോൾ ചെറിയൊരു ശ്രുതി ഗ്രാഫിക് അങ്ങനെ സിംഗിൽ വരാറില്ല. അത് അങ്ങനെ ഒരു തുടക്കത്തിൻ്റെ ആ ഒരു. പിന്നെ റിയാസ് നന്നായിട്ട് ചെയ്തു കേട്ടോ, അതിൻ്റെ കൊറിയോഗ്രാഫി നന്നായിട്ട് ചെയ്തു. അപ്പൊ ഇനിയും ശ്രദ്ധിക്കുക. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഗുഡ്. താങ്ക് യു റഹ്നത. അസ്ലം ജി. ഗ്രീൻ ടീം, റിയാസ് നന്നായിട്ട് പാടി. റഹ്നജി പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് കണക്കൊക്കെ ലാസ്റ്റിലെ കുറെ ശ്രുതി പോയി. ബട്ട് നല്ല ഫീലായിട്ട് പാടി. ആൻഡ് റിയാസ് ആ കോൺസെപ്റ്റ് ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. ആൻഡ് അറ്റ്മോസ്ഫിയർ ആർട്ടിസ്റ്റ് നല്ല ഒരു ദേ ഡിഡ് ഗുഡ് ജോബ്. ഡാൻസർ ശ്രുതി, രമേശ്, സുരേഷ്, സുരേഷ് നന്നായിട്ട് ചെയ്തു. വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു അസ്ലം ജി. കാരണം ഇവരുടെ ഒരു കൊറിയോഗ്രാഫിയെ കുറിച്ചും ഡാൻസിനെ കുറിച്ചും റിയാസ്, വെരി ഗുഡ് റിയാസ്, എക്സലന്റ്. അത് ചെറിയ ടീമാണെങ്കിലും മസ്റ്റായിട്ട് അത് നിങ്ങൾ തന്നെ പെർഫോം ചെയ്തുകൊണ്ട് അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ചതെങ്കിലും നീറ്റ്ലി പെർഫോം.
പാട്ട് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല നിങ്ങൾ സിംഗറാന്ന്, നിങ്ങളുടെ വലിയ അഭിനേതാവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നന്നായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി ശ്രുതിയൊക്കെ പോയതിരി വയസ്സായത് കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ തീരെ വയ്യ, എനിക്കിങ്ങനെ മരിക്കണം എന്നൊക്കെ പറഞ്ഞാണല്ലോ വന്നത്, അതുകൊണ്ട് എക്സ്ക്യൂസ്ഡ്. വെരി നൈസ് പെർഫോമൻസ്. താങ്ക് യു ഓൾ ജഡ്ജസ്. ഏതായാലും ജഡ്ജസ് വളരെയധികം ഇംപ്രസ്ഡ് ആണ്. ഏതായാലും നമുക്ക് ഇനി മാർക്സ് അറിയാം. രക്ഷയില്ല, മാർക്ക് ബോക്സിൽ അറിയാം.